ഏപ്സ് വാദി ഹിയർ, വെൽക്കം ബാക്ക്. ഷോപ്പിംഗ് എന്നുള്ളത് ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ബട്ട് ഫോർ മീ ഇറ്റ്സ് നോട്ട്. ഒരു തരത്തിലുള്ള ഷോപ്പിങ്ങും കാര്യമായിട്ട് എൻജോയ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നുമെങ്കിലും സത്യം അതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില ഷോപ്പിങ്ങുകൾക്ക് നമ്മൾ നിർബന്ധിതരാവും. അങ്ങനെ നിർബന്ധിതയായിട്ടുള്ള ഒരു ഷോപ്പിങ്ങിനാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇറ്റ്സ് എ മാർക്കറ്റ് ഷോപ്പിംഗ്. സോ ജസ്റ്റ് സ്റ്റേ വിത്ത് മീ, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ്സ് ലൈക്ക്. മാർക്കറ്റ് ഷോപ്പിംഗ് എന്നുള്ളത് ഒരു സ്കില്ലാണ് കേട്ടോ. അത് മാർക്കറ്റിൽ പോയി ഷോപ്പ് ചെയ്യുന്നവർക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിങ്, നമ്മുടെ ബാർഗെയിനിങ് സ്കില്ല്, ഇതൊക്കെ നമുക്ക് സത്യത്തിൽ ഷോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റ് ഷോപ്പിംഗ് എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അതായത് മോർ ദാൻ 700 years ഓഫ് ഹിസ്റ്ററിയുള്ള, സ്റ്റിൽ ഫുൾ ഓഫ് ലൈഫോട് കൂടിയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ബോൾട്ടൺ മാർക്കറ്റ്. സോ വെൽക്കം ടു ബോൾട്ടൺ മാർക്കറ്റ്. 700 വർഷത്തെ പഴക്കം ഈ മാർക്കറ്റിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് തമാശയല്ല കേട്ടോ. 18 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ മാർക്കറ്റ് ഹാൾ ഇവിടെ ഓപ്പൺ ആവുന്നത്. JD റോബിൻസണാണ് അന്നത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കുറച്ച് ഫാമേഴ്സിനെയും ട്രേഡേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അന്ന് അവർ ഈ ഹാൾ ഓപ്പൺ ചെയ്തതെങ്കിലും കാലക്രമേണ ഇത് ബോൾട്ടൺ ടൗണിൻ്റെ ഏറ്റവും തിരക്കേറിയൊരു ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. 1865 ഫിഷ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതോടുകൂടി ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റുകളിൽ ഒന്നായി ഈ ബോൾട്ടൺ മാർക്കറ്റ് മാറി. ഇന്ന് ഈ മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്സ് എല്ലാം കിട്ടും. ഇവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഡീർ മീറ്റ് വാങ്ങി കഴിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീർ മീറ്റാണ്. ഞാൻ അന്ന് വിചാരിച്ചിരുന്നത് ബോൾട്ടൺ മാർക്കറ്റിൽ 100 മീറ്റ് കിട്ടുമെന്നുള്ളതാണ്. അതായത് വേട്ടയാടുന്ന മൃഗങ്ങളുടെ ഇറച്ചി നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം നമുക്കൊരു ഫുൾ മാനിനെ അങ്ങനെ കൊണ്ടുവച്ചത് കാണാം, അതിൻ്റെ തലയും കൊമ്പും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേട്ടയാടിയിട്ട് ഡയറക്റ്റായിട്ട് 100 ആയിട്ടുള്ള മീറ്റാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഈ മാർക്കറ്റിൽ 100 മീറ്റ് വിൽക്കാൻ നമുക്ക് ഡയറക്റ്റ്ലി പറ്റില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതങ്ങനെ മനസ്സിലാവണമെങ്കിൽ 100 മീറ്റും ഗെയിം ഡീലേഴ്സ് മീറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ് അറിയണം. 100 മീറ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാർ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന മീറ്റ് അവർ ഡയറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് വിൽക്കുന്നതിനെയാണ് നമ്മൾ 100 മീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മീറ്റ് നമുക്ക് ഈ ബോൾട്ടൺ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഗെയിം ഡീലേഴ്സ് മീറ്റ്? ഗെയിം ഡീലേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹണ്ട് ചെയ്യുന്ന കൊണ്ടുവരുന്ന ആൾക്കാർ അവർ ഒരു ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന് ഈ മീറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് സകല ഫിസിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ് അവർ ബാർകോഡും സീലും വെച്ചിട്ട് അതിനുശേഷം മാർക്കറ്റിൽ കൊണ്ടുവരുന്ന മീറ്റ്, ഇതിനെയാണ് ഗെയിം ഡീലേഴ്സ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോൾട്ടൺ മാർക്കറ്റിൽ മാനിറച്ചി മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മുയലിറച്ചി മേടിക്കാൻ കിട്ടും. ഒന്നില്ലെങ്കിൽ ഇത് ഫാമിൽ നിന്നുള്ളതോ അതല്ലെങ്കിൽ ഇതുപോലെ ഗെയിം ഡീലേഴ്സ് മീറ്റിൽ നിന്ന് വാങ്ങിയതോ ആണ്. അതല്ലാതെ ഡയറക്റ്റായിട്ട് ഹണ്ട് ചെയ്തിട്ട് ചൂടോടെ കൊണ്ടുവന്ന് വിൽക്കുന്നതല്ല. അതായത് ഫുഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ എല്ലാ പ്രോട്ടോക്കോൾസും അനുസരിച്ചിട്ടുള്ള മീറ്റുകൾ മാത്രമാണ് ബോൾട്ടൺ മാർക്കറ്റിൽ കിട്ടി വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവൻ പോയിട്ടുള്ള ക്രാബ്സിനെ ടേബിളിൽ നിന്നും എടുത്ത് മാറ്റുന്നതാണ്. അതിനി വിൽക്കാൻ പറ്റില്ല, ആൾക്കാരും മേടിക്കില്ല. കാരണം ജീവനോടുള്ളപ്പോൾ മാത്രമാണ് ഈ ക്രാബ്സിൻ്റെ മീറ്റ് നമുക്ക് കുക്ക് ചെയ്യാനും കഴിക്കാനൊക്കെ പറ്റുന്നത്. കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുതരം ബാക്ടീരിയ ടോക്സിൻസായി കൺവേർട്ട് ചെയ്തിട്ട് ഇതൊരു പോയിസണസ് മീറ്റായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ക്രാബ്സും ലോബ്സ്റ്റർ പോലത്തെ സീ ഫുഡുകളൊക്കെ ജീവനോടുള്ളപ്പോൾ നമ്മൾ മേടിക്കുകയും കുക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൽ വന്നാൽ ഇങ്ങനെ കുറേ ജീവനുള്ള ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും. താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം. ഇതാണ് കേട്ടോ ലോബ്സ്റ്റർ എന്ന് പറയുന്നത്. ഇതും ജീവനോടെയാണ് നമ്മൾ മേടിക്കേണ്ടതും കുക്ക് ചെയ്യേണ്ടതും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറിയസ് സീ ഫുഡാണ് ഈ ലോബ്സ്റ്റർ എന്ന് പറയുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഇതാണ് ബോൾട്ടൺ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡേയ്സ് കേട്ടോ. 9 to 2 hours ആണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്. വെനസ്ഡേ ഓപ്പൺ അല്ല. അപ്പോൾ ഈ കാണുന്നത് ഞാൻ കുറച്ച് നേരത്തെ മാർക്കറ്റിൽ വന്ന സമയത്ത് കാണുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതിലേറെ ആൾക്കാരുണ്ടായിരിക്കും, നല്ല ക്രൗഡഡ് ആവും. എസ്പെഷ്യലി ഒരു 12 to 2 ആവുന്ന സമയത്ത്. ആ സമയത്ത് കുറച്ചും കൂടി വിലയൊക്കെ കുറച്ചിട്ട് ആൾക്കാർ ചില സാധനങ്ങൾ പുറത്ത് ഇങ്ങനെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ ക്രൗഡഡായിട്ട് കാണാൻ പറ്റുക. മാർക്കറ്റ് വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ നിങ്ങളുടെ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് പോയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്.
പേഴ്സണലി ഞാൻ ആ വൈബ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളല്ല, വേറൊന്നും കൊണ്ടല്ല. എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ പോയി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. എനിക്ക് അതിലേറെ കംഫർട്ടബിളും ഈസി ആയിട്ടുള്ളത് അങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രോസണായിട്ട് വരുന്ന വരുന്ന ടെസ്കോ സെൻസ്ബറി പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഫിഷ് മീറ്റൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത, അതിൽ വളരെയധികം കംഫർട്ടബിൾ കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനത്തെ വൈബുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി കുക്ക് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇതോടുകൂടി മാർക്കറ്റത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ പോകാൻ നോക്കട്ടെ. ഞാനായിട്ട് ക്ലൈമറ്റ് തീരെ അങ്ങോട്ട് സഹകരിക്കണില്ല, നല്ല മഴയാണ് പുറത്ത്. So, Abe Swati here, signing off from Bolton Market. Catch you in the next one. Don't forget to like, share, subscribe and drop a comment. Bye.